നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയതിനെതിരെ ആഞ്ഞടിച്ച വേദിയിൽ തെരഞ്ഞെടുപ്പിനെ പറ്റിയും വാചാലനായി മുൻ DGP TP സെൻകുമാർ. ഈഴവർക്ക് മുൻതൂക്കമുള്ള മണ്ഡലമായതുകൊണ്ടാണോ ഈഴവനായ എന്നെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കുമെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നറിയില്ല. എനിക്കൊരു ജാതിയോടും താല്പര്യമില്ല. ജാതിക്ക് അതീതനായി നിൽക്കാനാണ് താല്പര്യം. അങ്ങനെ വന്നാൽ കേരളത്തിലെ എവിടെയും മത്സരിക്കും. സമൂഹത്തിലെ മോശം പ്രവണതകൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടാത്തതുകൊണ്ടാണ് താൻ രംഗത്ത് വരുന്നതെന്നും സെൻകുമാർ പറഞ്ഞു. രൂക്ഷമായ ഭാഷയിലാണ് നമ്പിനാരായണനെതിരെ സെൻകുമാർ ആഞ്ഞടിച്ചത്. ആ മഹാൻ ISROയ്ക്ക് വേണ്ടി എന്തു ചെയ്തുവെന്ന് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തവരും നൽകിയവരും പറയണമെന്നും സെൻകുമാർ ആവശ്യപ്പെട്ടു. 1994 സ്വയം വിരമിക്കലിന് കത്തുകൊടുത്ത ആ മഹാൻ ഭാരതത്തിനും ശാസ്ത്രത്തിനും എന്തു സംഭാവന ചെയ്തുവെന്ന് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ISROയിൽ 4000 പേരുണ്ട്. അവരോട് ആരോട് ചോദിച്ചാലും നമ്പിനാരായണനെ കുറിച്ച് മോശം അഭിപ്രായമായിരിക്കും. യാതൊരു സംഭാവനയും അദ്ദേഹം ISROയ്ക്ക് വേണ്ടി നൽകിയിട്ടില്ലെന്നും സെൻകുമാർ ആരോപിച്ചു. ചാരക്കേസ് ശരിയായി അന്വേഷിച്ചിട്ടില്ല. ISRO കേസ് എന്തുകൊണ്ട് ശരിയായി അന്വേഷിച്ചില്ലെന്ന് കൃത്യമായി അറിയാം. 24 കൊല്ലം മുൻപുള്ള CBIയെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. ശരാശരിക്ക് താഴെയുള്ള സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചു പോയ ശാസ്ത്രജ്ഞനാണ് നമ്പിനാരായണൻ. ISRO കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച സമിതി അന്വേഷണം പൂർത്തിയാക്കും മുൻപ് അവാർഡ് കൊടുക്കുന്നത് ശരിയല്ല. അങ്ങനെ പോയാൽ അടുത്ത വർഷം മറിയം റഷീദയ്ക്കും ഗോവിന്ദ ചാമിക്കും അമീറുൽ ഇസ്ലാമിനും അവാർഡ് കിട്ടിയേക്കുമെന്നും സെൻകുമാർ പരിഹസിച്ചു. TP സെൻകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി നമ്പിനാരായണനും രംഗത്തെത്തിയിരുന്നു. TP സെൻകുമാർ ആരുടെ ഏജന്റാണെന്ന് അറിയില്ല. താൻ നൽകിയ നഷ്ടപരിഹാര കേസിൽ പ്രതിയാണ് സെൻകുമാർ എന്ന് നമ്പിനാരായണൻ പറഞ്ഞു. ചാരക്കേസ് കഴിഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്താനാണ് സുപ്രീം കോടതി സമിതി. കോടതി വിധി സെൻകുമാർ തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണ്. പരാതികളുണ്ടെങ്കിൽ സെൻകുമാർ കോടതിയിൽ പറയട്ടെ എന്നും നമ്പിനാരായണൻ പറഞ്ഞു. അതേസമയം ISRO ചാരക്കേസിൽ നിയമ പോരാട്ടം നടത്തുമെന്ന് മാലി സ്വദേശിയായ മറിയം റഷീദയ്ക്കൊപ്പം പ്രതി ചേർക്കപ്പെട്ട ഫൗസിയ ഹസൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നമ്പിനാരായണന് നീതി കിട്ടിയത് പ്രതീക്ഷ നൽകുന്നു. കേസിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു. ചാരക്കേസിന് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥനായ S വിജയനാണെന്നും ഫൗസിയ ഹസൻ പറഞ്ഞു. താനും മറിയം റഷീദയും ഇരകളാക്കപ്പെടുകയായിരുന്നു. തനിക്കും മറിയം റഷീദയ്ക്കും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. രണ്ടുപേർക്കും കേരള സർക്കാർ നഷ്ടപരിഹാരം നൽകണം. ISRO ചാരക്കേസിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട നിയമ പോരാട്ടം നടത്തും. കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടിയതിൽ പ്രതീക്ഷയുണ്ടെന്നും ഫൗസിയ ഹസൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥൻ S വിജയനാണ് ചാരക്കേസിന് പിന്നിൽ. ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നമ്പിനാരായണനെ തനിക്ക് പരിചയം പോലുമില്ലായിരുന്നു. CBI കസ്റ്റഡിയിൽ വെച്ചാണ് ആദ്യം കാണുന്നത്. നമ്പിനാരായണൻ എന്ന പേര് പറയാൻ പോലും തനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഫൗസിയ ഹസൻ പറഞ്ഞു. കരുണാകരനെയും നരസിംഹറാവുവിന്റെ മകനെയും ഒക്കെ കേസിലേക്ക് കൊണ്ടുവന്നതിൽ രാഷ്ട്രീയ അട്ടിമറിക്കുള്ള ലക്ഷ്യമുണ്ടെന്ന് ഫൗസിയ ഹസൻ വെളിപ്പെടുത്തുന്നു. താനും മറിയം റഷീദയും ആയുധങ്ങളായി മാറുകയായിരുന്നു. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് നിയമ പോരാട്ടം തുടരുമെന്നും ഫൗസിയ ഹസൻ പറഞ്ഞത്. നമ്പിനാരായണന്റെ 22 വർഷം നീണ്ട നിയമ പോരാട്ടത്തിൽ നിർണായകമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ 14 വന്ന സുപ്രീം കോടതി വിധി. കൂട്ടുപ്രതികളെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ആശ്വസിച്ചപ്പോഴാണ് നമ്പിനാരായണൻ നിയമ പോരാട്ടത്തിന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.